ശശി തരൂരിനെ നിലമ്പൂരിലേക്ക് ക്ഷണിച്ചിട്ടില്ല. അതിന്റെ പരിഭവവും പരാതിയും ഒന്നും പറഞ്ഞില്ലെങ്കിലും ഒരു മിസ്ഡ് കോൾ പോലും വന്നില്ല എന്ന പ്രസ്താവനയിൽ ശശി തരൂർ അത് ഒതുക്കി. പകരം നടക്കുന്നത് സംബന്ധമൊന്നുമല്ല ക്ഷണിച്ചിട്ട് വരാൻ എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ മറുപടിയും പറഞ്ഞു. പക്ഷെ അതിന് തിരിച്ചു മറുപടിയില്ല. പകരം കോൺഗ്രസിൽ താൻ ഉണ്ടാവും എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ശശി തരൂർ. ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത് പലതവണ തഴഞ്ഞിട്ടും അല്ലെങ്കിൽ പലതവണ അവഗണിച്ചിട്ടും ശശി തരൂർ കോൺഗ്രസിൽ തന്നെയുണ്ട്. കോൺഗ്രസിന്റെ പിറകെ പോകുന്നു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഖാർഗെയെയും രാഹുൽ ഗാന്ധിയെയും കാണാൻ സമയം പോലും അദ്ദേഹം തേടിയിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ്സുകാരനായി ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസിൽ തന്നെ നിന്നുകൊണ്ട് ശശി തരൂർ ബി.ജെ.പിയുടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശയങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതാണ് യാഥാർത്ഥ്യമെന്ന് അദ്ദേഹത്തിന്റെ പല പ്രവൃത്തികളും തെളിയിച്ചിട്ടുമുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ശശി തരൂരിന്റെ രാഷ്ട്രീയം? തരൂർ എന്താണ് പറഞ്ഞു വയ്ക്കുന്നത്? തരൂര് പറയുന്നത് ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, ഞാൻ കോൺഗ്രസ് വിട്ടുപോകുന്ന ഒരവസ്ഥയില്ല. കോൺഗ്രസിന് ഇപ്പൊ തരൂരിനെ തള്ളാനും കൊള്ളാനും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നിൽക്കുകയാണ്. അതായത് വളരെ ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കം അത് തരൂരിന്റെ ഭാഗത്തു നിന്നാണോ ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നാണോ എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ തരൂരിനെ വെച്ച് അല്ലെങ്കിൽ തരൂർ ഇപ്പൊ കളിക്കുന്ന കളി തീർച്ചയായിട്ടും കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കി ഒരുപക്ഷെ നാളെ കാലത്തെ ഇല്ലായ്മ ആക്കുന്ന രീതിയിലേക്കുള്ള ഒരു രാഷ്ട്രീയമാണ്. കാരണം തരൂർ കോൺഗ്രസിനകത്ത് വന്നു, 4 തവണ MP ആയി, ലോകം മൊത്തം അറിയുന്ന ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും വലിയ ഫിഗറായിട്ട് നിൽക്കുന്ന ഒരു വലിയ നേതാവ്. അല്ലെങ്കിൽ ഏത് കാര്യത്തിനും മാറ്റി നിർത്താൻ പറ്റാത്ത അല്ലെങ്കിൽ മാറ്റി നിർത്താൻ കഴിയാത്ത ലോകത്തുടനീളമുള്ള ഒരു നേതാവ്. ഇത്തരത്തിലുള്ള ഒരു നേതാവിനെ ഒരു പാർട്ടി അച്ചടക്ക നടപടി എടുക്കുമ്പോൾ ആ പാർട്ടി എന്തിന് അയാളിൽ അച്ചടക്ക നടപടി എടുത്തു എന്നുള്ള കാരണം ലോകം തിരയുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ പരിശോധിക്കേണ്ടത് ശശി തരൂർ ഇന്ത്യക്ക് വേണ്ടി സംസാരിച്ചു, സിന്ദൂറിന്റെ ഭാഗമായിട്ട് സംസാരിച്ചു, അതായത് ദേശീയതയുടെ ഭാഗമായിട്ട് സംസാരിച്ചു. അത്തരത്തിൽ സംസാരിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ ഒരു രാജ്യത്ത് ഒരു പ്രശ്നം വരുമ്പോൾ ഒന്നിച്ചു നിൽക്കുന്ന അവസരത്തിൽ ലോകമറിയുന്ന ഒരു നേതാവിനെ ബി.ജെ.പി കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടപ്പോൾ അയാൾ പോകണ്ട എന്ന് തീരുമാനിക്കുകയും, എന്നാൽ ശശി തരൂരിന്റെ ദേശസ്നേഹവും അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്നേഹവും അല്ലെങ്കിൽ ശത്രുക്കൾക്കെതിരെ അദ്ദേഹത്തിന് പ്രതികരിക്കാനും അല്ലെങ്കിൽ ലോകത്തുടനീളം അത് പ്രചരിപ്പിക്കാനും കിട്ടുന്ന ഒരവസരം മുതലാക്കി പോയത് കൊണ്ട് ശശി തരൂരിനെ പുറത്താക്കുന്നു എന്നുള്ള ഒരു പ്രചരണം ലോകത്തുടനീളം വരും. അത് തന്നെയാണ് ശശി തരൂർ വീണ്ടും, അല്ലെങ്കിൽ ശശി തരൂരിന് അറിയാം ഇനി കോൺഗ്രസിൽ അദ്ദേഹത്തിന് സ്പേസ് ഇല്ലെന്ന്. അത് കേരളത്തിലുമില്ല. അതുകൊണ്ടാണ് നിലമ്പൂർ പോലും എല്ലാരും എണ്ണിപ്പറക്കിയ നേതാക്കന്മാർ ഒരാളും ഇല്ലാതെ അവിടെ ജയിപ്പിക്കുന്നതിന് വേണ്ടി നിന്നപ്പോൾ കേരളം അറിയപ്പെടുന്ന ഏറ്റവും വലിയ, ഇന്ത്യ അറിയപ്പെടുന്ന ഏറ്റവും വലിയ, ലോകം അറിയപ്പെടുന്ന ഏറ്റവും വലിയ നേതാവായിട്ടുള്ള ശശി തരൂരിനെ വേണ്ട തീരുമാനിക്കണമെങ്കിൽ അത് ഔദ്യോഗികമായിട്ട് തന്നെ അങ്ങ് തീരുമാനിച്ചതാണ്. എന്നിട്ട് രണ്ടാമതൊരു മെസ്സേജും കൂടിയുണ്ട്, പാകിസ്ഥാൻ അനുകൂലമല്ല അല്ലെങ്കിൽ ശശി തരൂർ. അപ്പൊ അത്തരത്തിൽ വിഘടനവാദികളുടെ വോട്ട് കോൺഗ്രസിന് വേണമെങ്കിൽ ശശി തരൂരിനെ മാറ്റി നിർത്തുന്നു എന്നുള്ള ഒരു മെസ്സേജും കൂടി കൊടുക്കുന്നു എന്ന് നമുക്ക് വിചാരിക്കാം. ഇത് പ്രചരിപ്പിക്കാനും ശശി തരൂർ ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഞാൻ ഈ പറഞ്ഞു വന്നത് പ്രതിസന്ധിയിലാണ്. ഒരു കില്ലർ സ്വിച്ച് ശശി തരൂർ ഘടിപ്പിച്ച് ഈ പറയുന്ന പോലെ ബി.ജെ.പി വിട്ടതാണോ നമുക്ക് കില്ലർ സ്വിച്ച് എന്ന് പറയാൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ആയുധങ്ങൾക്കകത്ത് നമ്മൾ മറ്റു രാജ്യങ്ങൾ നമുക്ക് തരുന്ന ആയുധങ്ങൾക്കകത്ത് സമയം വരുമ്പോൾ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾക്ക് പ്രതിസന്ധി വരുമ്പോൾ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ തോൽപ്പിക്കാൻ കില്ലർ സ്വിച്ച് പ്രവർത്തിപ്പിക്കുന്നു. അല്ലെങ്കിൽ വിമാനത്തെ കില്ലർ സ്വിച്ച് ആണെങ്കിൽ അത് തറയിൽ വീഴുന്നു, അല്ലെങ്കിൽ മറ്റായുധങ്ങളിലാണെങ്കിൽ അത് പ്രധാനപ്പെട്ട കാര്യത്തിന് ഉപയോഗിക്കാൻ വിചാരിക്കുന്ന സമയത്ത് അവർ നിയന്ത്രിക്കുന്നു. അപ്പം അത് പരാജയപ്പെടുന്നു. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ തന്ത്രപ്രധാനമായ സമയങ്ങളിൽ ഇതുപോലെ കോൺഗ്രസിന്റെ നിലപാട് രാജ്യവിരുദ്ധ നിലപാടുകളാണ്, ആ നിലപാടിനോട് ഞാൻ യോജിക്കുന്നില്ല എന്ന് കോൺഗ്രസിനകത്ത് നിർത്തി പറയാൻ പ്രാപ്തമായിട്ടുള്ള ഒരു നേതാവിനെ ഒരുക്കി വെച്ചിരിക്കുന്നു ബി.ജെ.പി. അത്തരത്തിലൊരു ആലോചനയിലാണോ ബി.ജെ.പിയും പോകുന്നത്, അല്ലെങ്കിൽ അത്തരത്തിൽ തന്നെയാണ് ശശി തരൂരിന് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണം. ശശി തരൂരിന് ഒരു പകയുള്ളത് പോലെ തോന്നുന്നു.
ഞാൻ കോൺഗ്രസ് ആണ്. അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തെ മാറ്റി നിർത്തിയാൽ തിരുവനന്തപുരത്ത് വേറൊരാളെ മത്സരിപ്പിച്ചാൽ ജയിക്കത്തില്ല BJP, അതുകൊണ്ട് അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തു എന്ന് പറയും. അദ്ദേഹത്തിനെ വർക്കിംഗ് കമ്മിറ്റിയിൽ കൊണ്ടുവന്നത് അതിനകത്തൊരു പിളർപ്പ് ഉണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടാക്കും. അത്തരത്തിൽ ശശി തരൂരിനോട് അഭിപ്രായമുള്ളവർ കേരളത്തിലുടനീളം ഉണ്ടെന്ന് കണ്ടുകൊണ്ട് അദ്ദേഹത്തെ നിർബന്ധമായിട്ട് വർക്കിംഗ് കമ്മിറ്റിയിൽ കൊണ്ടുവരും. അതിനുശേഷം വർക്കിംഗ് കമ്മിറ്റിയിലോ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട കൂടിയാലോചനയിലോ ഒന്നും ശശി തരൂർ ഇല്ലാത്ത ദിവസം. അപ്പൊ ശശി തരൂരിന് അറിയാം അദ്ദേഹത്തിനെ വളരെ കൃത്യമായിട്ട്, വളരെ വൃത്തിയായിട്ട് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അത്തരത്തിൽ കോൺഗ്രസിനുള്ളിൽ നിന്നും ഒതുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനകത്ത് നിന്നുകൊണ്ട്, ചിലർ പറയത്തില്ല ഇതിനകത്ത് നിന്ന് ഞാൻ ഇത് തീർക്കുമെന്ന് പറയുന്ന പോലെ, ഇതിനകത്ത് നിന്നുകൊണ്ട് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇപ്പം മുന്നോട്ട് പോകുന്നതും പണ്ട് മുന്നോട്ട് പോയിരുന്നതും ഈ രാജ്യത്തിന് വേണ്ടിയല്ല, അല്ലെങ്കിൽ രാജ്യത്തിന്റെ പുറത്തുള്ള ശത്രുക്കളുടെ തീരുമാനം നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ള രീതിയിലേക്കുള്ള വർത്തമാനം വളരെ കൃത്യമായിട്ട് അദ്ദേഹം ഈ സിന്ധൂരിന് ശേഷവും അതിന് മുമ്പും പറഞ്ഞത്. സിന്ധൂരിന് ശേഷം പറഞ്ഞതിൽ ഏറ്റവും വലിയ ആളായിരുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ് പറഞ്ഞുകൊണ്ട് വന്നത് മോദിയെക്കാട്ടി വലിയ ആളെന്ന്, എങ്ങും കീഴടങ്ങാത്ത ആളായിരുന്നു ഈ പറയുന്ന ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞ് കോൺഗ്രസ് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല. അന്നത്തെ സാഹചര്യം അതാണ്, ഇന്നത്തെ സാഹചര്യം ഇതാണ്. ഇപ്പോൾ നരേന്ദ്രമോദി എടുത്ത തീരുമാനമാണ് ഏറ്റവും നല്ല തീരുമാനം എന്നുള്ള രീതിയിൽ അതിനെ തിരിച്ചു. അതായത് കോൺഗ്രസിന്റെ പ്രൊപ്പഗണ്ടകൾ മൊത്തവും പൊളിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്ന വാക്കിന് കേരളത്തിലും ഇന്ത്യയിലും ലോകത്ത് വിലയുള്ളതുകൊണ്ട്, ചർച്ച ചെയ്യുന്ന ഒരു അവസ്ഥയുള്ളതുകൊണ്ട് ആ രീതിയിലേക്ക് കോൺഗ്രസ് പറയുമ്പോൾ അങ്ങനെയല്ല തിരുത്തുമ്പോൾ കോൺഗ്രസ് എന്തിനു വേണ്ടി നിൽക്കുന്നു, ശശി തരൂരിന് എന്തു വേണ്ടി നിൽക്കുന്നു, അതുകൊണ്ട് ശശി തരൂരിനെ ഇല്ലായ്മ ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക് വരും. അപ്പൊ തന്നെ വിദേശത്ത് പോയത് കാര്യം നമ്മൾ പരിശോധിക്കുക. വിദേശത്ത് ശശി തരൂരിന്റെ ടീം വലിയ ചർച്ചയിലല്ലായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി ചെല്ലുമ്പോൾ ഒരുപക്ഷെ പാർലമെന്റിൽ സംസാരിക്കാൻ അവസരം കൊടുക്കുന്ന പോലെ ഈ പറയുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, പല രാജ്യങ്ങളിലും അദ്ദേഹം ഈ നയതന്ത്രപരമായിട്ട് പാർലമെന്റിൽ ഈ വിഷയം അവതരിപ്പിച്ചില്ലേ. US ചെന്ന് ഇതിനകത്ത് ഇടപെട്ടെന്ന് പറഞ്ഞ അമേരിക്കയുടെ തലപ്പത്തി എന്തിനെന്ന് പറഞ്ഞില്ലേ അങ്ങനെ ഇടപെട്ടിട്ടില്ലെന്ന്. അതുപോലെ പല രാജ്യങ്ങളിലും നയതന്ത്രപരമായിട്ട് നമ്മൾക്ക് ഭാഗമല്ലാതെ സിന്ധുവിന്റെ സമയത്ത് പാകിസ്ഥാനുമായിട്ട് നിന്ന പല രാജ്യങ്ങളിൽ ചെന്ന് അതങ്ങനെയല്ല ഇങ്ങനൊന്ന് തിരുത്തി ആ രാജ്യത്തെ നയതന്ത്രപരമായിട്ട് നമ്മുടെ കൂടെ നിർത്തുന്നതും അത് പറഞ്ഞ് തെറ്റായി പോകുന്നു എന്ന് പറയിക്കാൻ വരെ സാധിച്ചില്ലേ. അപ്പൊ അത്തരത്തിൽ വലിപ്പമുള്ള ഒരു നേതാവാണ്. അത് ലോകം ചർച്ച ചെയ്യുമ്പോൾ ഇദ്ദേഹത്തെ കോൺഗ്രസിനകത്ത് ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഖാർഗെ എടുത്ത് കാണാൻ ശ്രമിക്കുന്നു, രാഹുൽ ഗാന്ധിയെ കാണാൻ ശ്രമിക്കുന്നു, സമയം കൊടുക്കുന്നില്ല. ഇത് രഹസ്യമായിട്ടല്ലല്ലോ, പരസ്യമായിട്ട് മാധ്യമങ്ങളിലല്ലേ പറഞ്ഞത് എനിക്ക് ഖാർഗെ കാണണം, രാഹുൽ ഗാന്ധിയെ കാണണം, എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഞാൻ ചെയ്തത് എന്താണെന്ന് പറയാനുണ്ട്. അപ്പൊ ആ രീതിയിൽ പറയുമ്പോൾ അദ്ദേഹത്തെ മാറ്റി നിർത്തുമ്പോൾ അത് മാധ്യമങ്ങൾ ചർച്ചയാകുന്നു. അതായത് ഒരു ദേശീയവാദിക്കും ഒരു ഇന്ത്യ സ്നേഹിക്കും ഒന്നും കോൺഗ്രസ് സ്ഥാനമില്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി കോൺഗ്രസിനകത്തു നിന്ന് പ്രധാനപ്പെട്ട ഒരു നേതാവ് ഉപയോഗിക്കുന്നത്. ഇത് തന്നെയാണ് BJP പറയുന്ന മുദ്രാവാക്യം. BJP പറയുന്ന മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് വേണ്ടി നിൽക്കുന്ന ആളല്ല രാഹുൽ ഗാന്ധി, അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള ഒരു പാർട്ടിയല്ല കോൺഗ്രസ്. വിദേശ രാജ്യങ്ങളിലും ഇന്ത്യക്കകത്തും പുറത്തും ഒക്കെ ഈ രാജ്യത്തിനെതിരായിട്ട് നിൽക്കുന്ന ശത്രുക്കളുടെ ഭാഗമായിട്ട് അവസരോചിതമായിട്ട് അല്ലെങ്കിൽ അവസരം ഉണ്ടാക്കി സംസാരിക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി. ഏറ്റവും അവസാനം പഹൽഗാം വിഷയത്തിനകത്ത് കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം പാകിസ്ഥാന് അനുകൂലമായിട്ട്, അല്ലെങ്കിൽ പാകിസ്ഥാന് ലോകത്തുടനീളം പറയാൻ പറ്റുന്ന മുദ്രാവാക്യം കൊടുത്ത പാർട്ടിയാണ് ഈ പറയുന്ന കോൺഗ്രസ്. അത് ജമ്മു കാശ്മീരിൽ നിന്നാലും മഹാരാഷ്ട്രയിൽ നിന്നായാലും ഈ പറയുന്ന കർണാടകയിൽ നിന്നാലും രാഹുൽ ഗാന്ധിയുടെ അളിയനാണെന്നാലും അവരുടെ പ്രസ്താവനകൾ പരിശോധിക്കുമ്പോൾ അതെല്ലാം പാകിസ്ഥാൻ പറയുന്ന അതേ പ്രസ്താവനകൾക്ക് തുല്യമാണ്. ഒരുപക്ഷെ ഇവർ കൊടുത്ത പ്രസ്താവനകൾ പാകിസ്ഥാനിൽ UN ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അവർ റീട്വീറ്റ് ചെയ്യുന്നു. അതായത് ഇന്ത്യക്കെതിരെ നിൽക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ആ പാർട്ടിക്കകത്ത് ആ നിലപാടില്ലാത്ത ഒരാൾ ശശി തരൂരുണ്ട്. ആ ശശി തരൂരിനെ അതുകൊണ്ട് പാർട്ടി പുറത്താക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് പുറത്തു പോകുന്നു. അതായത് ശശി തരൂർ പറയുന്നത് ഞാൻ പുറത്തു പോകത്തില്ല, ഞാൻ ഇതിനകത്ത് ഇരിക്കും. അതിനകത്ത് ഇരുന്നാൽ കോൺഗ്രസിന് ഉണ്ടാകുന്ന ഒരു പ്രശ്നം മനസ്സിലായില്ല. അതായത് BJP അജണ്ടയാണോ ശശി തരൂരിന്റെ തീരുമാനമാണോ? ഏതായാലും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു കില്ലർ സ്വിച്ച് തന്നെയാണ് ശശി തരൂർ. ശശി തരൂർ മാത്രം മതി. BJP മെനക്കെടേണ്ട ആവശ്യമില്ല. ഈ ഇന്ത്യ വിരുദ്ധ ശക്തി കോൺഗ്രസ്, അല്ലെങ്കിൽ ദേശവിരുദ്ധ ശക്തി കോൺഗ്രസ്, അല്ലെങ്കിൽ അവരുടെ കൂട്ടാളി കോൺഗ്രസ്, അവരെ പ്രൊമോട്ട് ചെയ്യുന്ന രാഹുൽ ഗാന്ധി, അത്തരത്തിലുള്ള ഒരു പാർട്ടി കോൺഗ്രസ്, ആ രീതിയിലേക്കാണ് ശശി തരൂർ നീങ്ങുന്നത്. അതായത് ശശി തരൂരിനെ പുറത്താക്കാനുള്ള ത്രാണി കോൺഗ്രസിലില്ല. ശശി തരൂർ തൽക്കാലം ഈ 2029 വരെ അങ്ങ് വെളിയിൽ പോകാനും തീരുമാനിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം അതിനകത്ത് നിന്ന് അതിനെ തീർത്ത് വെളിയിൽ ഇറങ്ങി വന്ന് BJP കൂടെ ഉണ്ടാകുന്ന ഒരു ശശി തരൂരിനെ ആയിരിക്കും നമ്മൾക്ക് ഒരു പക്ഷേ 2029 കാണുവാൻ സാധിക്കും.
അങ്ങനെ ഒരു സംശയം തോന്നിയാലും തെറ്റു പറയാൻ സാധിക്കില്ല പ്രശാന്ത് സാർ. കാരണം പ്രധാനമന്ത്രി കോൺഗ്രസ് വിദേശ സംഘത്തിലേക്ക് ശശി തരൂരിന്റെ പേര് കൊടുക്കുന്നില്ല. ഇതറിഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശശി തരൂരിനെ ഉൾപ്പെടുന്നു. ശേഷം കോൺഗ്രസിനോട് പോലും കൂടിയാലോചനകളില്ലാതെ തരൂർ വിദേശത്ത് പോകുന്നു. തന്നെ ഏൽപ്പിച്ച ദൗത്യം ഭംഗിയായി വിജയകരമായി പൂർത്തിയാക്കി തിരിച്ചെത്തുന്നു. വന്ന ശേഷം പ്രധാനമന്ത്രിയുമായി ഒരു മീറ്റിംഗ്. അതിനും ദിവസങ്ങൾക്ക് ശേഷമാണ് ഗാർഗിയെയും രാഹുലിനെയും കാണാൻ സംസാരിക്കാൻ സമയം ചോദിച്ചിരിക്കുന്നത് പോലും. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ശശി തരൂർ ഒരു കില്ലർ സ്വിച്ച് അല്ല എന്ന് കില്ലർ സ്വിച്ച് ആണ് എന്ന് സംശയിക്കുന്നവരെ തെറ്റു പറയാൻ സാധിക്കുക? ശശി തരൂർ നടപ്പിലാക്കുന്നത് കോൺഗ്രസിനകത്തിരുന്നു കൊണ്ട് നടപ്പിലാക്കുന്നത് BJPയുടെ അജണ്ടയാണോ എന്ന തരത്തിലുള്ള ചർച്ചകൾ വ്യാപകമാവുകയാണ്. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.